മക്കളെ ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് പറഞ്ഞ ചാപ്റ്ററിലെ 2022 ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെഡിങ് കൊണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തന്നെ കണ്ടപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ, കാണാനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അഗൈൻ നമ്മൾ ബ്ലാക്കിക്ക് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങൾ മനസ്സിലാവില്ലെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കാം. ഓക്കെ, റെഡിയാണോ? ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, the algebraic expression for the sum of n terms of an arithmetic sequence is n square plus n. എന്താണ്? നമുക്കൊരു അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട്. ആ അരിത്തമാറ്റിക് സീക്വൻസിലെ സമ്മുകളുടെ എന്ന് കേട്ടാ ഒന്നും ആലോചിക്കേണ്ട, ഒന്ന് വരച്ചോണ്ട് കേട്ടോ. സമ്മുകളുടെ അൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. n സ്ക്വയർ പ്ലസ് n ആണ്. സമ്മുകളുടെ ആണ്, നോർമൽ അൾജിബ്രിക് അല്ല. നോർമൽ ആയിട്ടുള്ള ഒരു സീരീസിന്റെ അൾജിബ്രിക് ഫോം അല്ല, അയാളുടെ സമ്മിന്റെ അൾജിബ്രിക് സീരീസ് ആണ്, അൾജിബ്രിക് ഫോം ആണ് തന്നിട്ടുള്ളത്. ആയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ്. ആ അരിത്തമാറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളുടെ അൾജിബ്രിക് ഫോം നമുക്കൊന്ന് എഴുതി വെക്കാം. ഇയാൾ വെറും അൾജിബ്രിക് ഫോം അല്ല, ഇയാള് സമ്മിന്റെ അൾജിബ്രിക് ഫോം ആണ്. അതായത് ഇയാളുടെ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ ആദ്യത്തെ ടേമിന്റെ സമ്മ് കിട്ടും, അല്ലെങ്കിൽ ആദ്യത്തെ ടേം കിട്ടും. ആദ്യത്തെ ടേമിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ആകെ ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. ഒരു സീരീസിൽ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. ആ ടേമിന്റെ സമ്മ് എന്ന് പറയുന്നതും ആ ടേം എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പൊ നമ്മള് എന്നിന് 1 കൊടുത്താൽ ഫസ്റ്റത്തെ ടേം അല്ലെങ്കിൽ ഫസ്റ്റത്തെ ടേമിന്റെ സമ്മ് കിട്ടും. രണ്ടാളും ഒരാൾ തന്നെയാണ്, കാരണം ഇത് ഫസ്റ്റത്തെ സീരീസ് ആണ്. അപ്പൊ n സ്ക്വയർ പ്ലസ് എന്നിന് നമുക്ക് എന്നിന് 1 എന്ന് കൊടുത്തു നോക്കാം. എന്നിന് 1 കൊടുക്കുമ്പോൾ n ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പോൾ ഇംപ്ലൈസ് 1 സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 1 പ്ലസ് 1 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇതാണ് ആ സീരീസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നതും ഫസ്റ്റ് ടേമിന്റെ സമ്മ് എന്ന് പറയുന്നതും. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ടേം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളെ ചോദ്യം എന്ന് പറയുന്നത് ആ സീരീസിലെ ഫസ്റ്റത്തെ ടേം എന്താണെന്നായിരുന്നു നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത്. അത് 2 ആണ്. അഗൈൻ നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മറ്റൊരു കാര്യം കൂടി, ഇയാൾക്ക് എന്നിന്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുക്കുമ്പോൾ ആ സീരീസിന്റെ ആദ്യത്തെ 2 പദങ്ങളുടെ തുക കിട്ടും. എന്നിന് 3 കൊടുക്കുമ്പോൾ ആ സീരീസിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക കിട്ടും. ആ സീരീസ് എന്നിന് 4 കൊടുക്കുമ്പോൾ ആ സീരീസിലെ ആദ്യത്തെ 4 പദങ്ങളുടെ തുക കിട്ടും. ഓക്കെ, റെഡിയാണോ? പദങ്ങളുടെ തുകയാണ്, സമ്മിന്റെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോ നമുക്ക് നോർമൽ ആയിട്ടുള്ള അൾജിബ്രിക് ഫോം ആണെങ്കിൽ അല്ലെങ്കിൽ ബീജഗണിത രൂപമാണെങ്കിൽ എന്നിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും, എന്നിന് 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും, എന്നിന് 3 കൊടുക്കുമ്പോൾ തേർഡ് ടേം, അങ്ങനെ പോകും. ഇത് സം ആയതുകൊണ്ടാണ് സമ്മിന്റെ തുകയായിട്ടാണ് വരിക. ഓക്കെ, റെഡി ആണോ? രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 10 ടേംസ്. ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇയാൾക്ക് 1 കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇയാൾക്ക് 2 കൊടുക്കുമ്പോൾ ആദ്യത്തെ 2 പദങ്ങളുടെ തുക കിട്ടും, അയാൾക്ക് 3 കൊടുക്കുമ്പോൾ ആദ്യത്തെ 3 പദങ്ങളുടെ, അങ്ങനെ പോകും. ഫസ്റ്റത്തെ 10 ടേമിന്റെ തുക കാണാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എന്നിന് 10 നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ n ഈക്വൽ ടു 10 എന്ന് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്നിന് 10 കൊടുക്കുമ്പോൾ 10 സ്ക്വയർ പ്ലസ് 10 ഈക്വൽ ടു 100 പ്ലസ് 10 ഈക്വൽ ടു 110 എന്ന് കിട്ടും അല്ലേ? നമുക്ക് 2 ചോദ്യത്തിന്റെ ഉത്തരവും കിട്ടി. അഗൈൻ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കണം. ഇയാൾക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ തുക കിട്ടും, കാരണം ഇവിടെ ഒരാൾ തന്നെ ഉള്ളൂ. അതിന്റെ തുക എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ്. ഇയാൾക്ക് 2 എന്ന് കൊടുക്കുമ്പോൾ ആദ്യത്തെ 2 ടേമുകളുടെ തുക, രണ്ടാമത്തെ ടേം അല്ല, 2 ടേമുകളുടെ തുക കിട്ടും. അഗൈൻ നമ്മൾ ഇയാൾക്ക് 2 കൊടുത്ത് നോക്കുക. 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 4 പ്ലസ് 2 6 ആണ്. ഓക്കെ, ഇയാൾ 6 എന്ന് കിട്ടി. ഈ സീരീസിലെ രണ്ടാമത്തെ ടേം അല്ല, ആദ്യത്തെ 2 ടേമുകളുടെ സമ്മാണ്. ഓക്കെ, ഇയാൾക്ക് 3 കൊടുക്കുമ്പോൾ ആദ്യത്തെ 3 പദങ്ങളുടെ തുക കിട്ടും. അപ്പോൾ 3 സ്ക്വയർ 9 ആണ്, പ്ലസ് 3 എന്ന് വരുമ്പോൾ 12 എന്ന് വരും. ഓക്കെ, 12 എന്ന് കിട്ടി. ഇയാൾക്ക് 4 എന്ന് കൊടുത്തേക്കാം. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 16 പ്ലസ് 4 എന്ന് പറയുന്നത് 20 ആണ്. അഗൈൻ ഇയാൾ ഇങ്ങനെ പോകും. ഇത് എന്ന് പറയുന്നത് ആ സീരീസ് അല്ല, ആ സീരീസിന്റെ സമ്മുകളുടെ സീരീസ് ആണ്. ഓക്കെ, റെഡി ആണോ? ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി കണ്ടെത്താം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
ഫസ്റ്റത്തെ ടേം അല്ലെങ്കിൽ ഫസ്റ്റ് സമ്മ് പറഞ്ഞ ഒരു മാറ്റം ഉണ്ടാവില്ല. സമാന്തര ശ്രേണിത്തെ ഫസ്റ്റത്തെ ചെങ്ങായി ഫസ്റ്റത്തെ ആള് തന്നെയായിരിക്കും. ഓക്കെ, 2ന് ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 6ഉം 2ഉം 4 ആണ് ആയിക്കോട്ടെ. ഈ 12ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുക, 6 ആണ്. ഈ 20യും 12ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുക, 8 ആണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങളാണ് ആ സീരീസ് എന്ന് പറയുന്നത്. അതായത് 2, 4, 6, 8, എക്സെട്ര. അപ്പോൾ ഇതാണ് ആ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. എടാ നോക്കടാ, ആദ്യത്തെ രണ്ട് ടേമുകളുടെ തുക, ഇയാള് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് ടേമുകളുടെ തുകയാണെന്ന് നമ്മൾ പറഞ്ഞത്. 6 എന്ന് പറയുന്നത് ആ സീരീസിലെ ആദ്യത്തെ രണ്ട് ടേമുകളുടെ തുകയാണെന്ന് നമ്മൾ പറഞ്ഞത്. ഇയാളും കൂട്ടിയാൽ നമുക്ക് 6 കിട്ടില്ലേ? 6 കിട്ടും. അയാളല്ലേ ഇയാള്. ഈ 12 എന്ന് പറയുന്നത് ആദ്യത്തെ 3 പദങ്ങളുടെ തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ, ഈ 3 ആൾക്കാരെയും കൂട്ടിയാൽ 6 + 4 + 2 കൂട്ടിയാൽ നമുക്ക് 12 കിട്ടില്ലേ? കിട്ടും. ഈ 20 എന്ന് പറയുന്നത് ആദ്യത്തെ 4 പദങ്ങളുടെ തുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചെങ്ങായിമാരെല്ലാരും കൂട്ടിയാൽ നമുക്ക് 20 എന്ന് കിട്ടും അല്ലേ? റെഡി ആണോ? സമ്മുകളുടെ അൽജിബ്രിക് ഫോം തന്നാൽ സീരീസ് ആക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് സീരീസ് അല്ല, സമ്മുകളുടെ സീരീസ് ആണ് ഇയാള്. അതിൽ നിന്നും നമ്മൾ വ്യത്യാസങ്ങൾ കണ്ടിട്ട് നമ്മൾ അയാളെ സീരീസ് ആക്കി മാറ്റി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പൊതുവ്യത്യാസം കാണാനും ഒക്കെ ആയിരിക്കും. റെഡി ആണോ? ഓക്കെ മക്കളെ, നമുക്ക് 2022 അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എന്താന്ന് നോക്കാം. 6, 10, 14 എക്സെട്ര ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ആയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് എന്ന് കാണുമ്പോൾ നമുക്ക് സമ്മിന്റെ അവിടെ വരച്ചോണ്ട് കേട്ടോ. സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദിസ് അരിത്തമാറ്റിക് സീക്വൻസ്. ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞത്. സമ്മ് ഇത് കേട്ടാൽ നമുക്ക് ഒരു സംശയമില്ലാതെ പദങ്ങളുടെ തുകയാണ് കാണാൻ പറഞ്ഞത്. അത് SN = നമുക്ക് 2 ഇക്വേഷൻ അറിയാം. ആ 2 ഇക്വേഷൻ അവിടെ എഴുതി വെച്ചോണ്ട് ആവശ്യാനുസരണം ഏത് ഇക്വേഷൻ വേണം നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റത്തെ ഇക്വേഷൻ n/2 × 2a + n - 1 × d എന്ന് പറഞ്ഞ ഫസ്റ്റത്തെ ഒരു ഇക്വേഷനും, രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ഉണ്ട് n/2 × a1 + an പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? റെഡി ആണോ? എന്താണ് നമ്മളുടെ സീരീസ് എന്ന് കൂടി എഴുതിക്കാം. 6, 10, 14 എക്സെട്ര എന്ന് പറയുന്നതാണ് നമ്മളുടെ സീരീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ആലോചിക്കേണ്ടത് ഇത് ഏത് ഇക്വേഷൻ ആണ് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്ന് നമുക്ക് അറിഞ്ഞൂടെ? ആദ്യത്തെ എത്ര പദങ്ങളുടെ തുക? 15 പദങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടത്. അപ്പോൾ ഇയാളെ നമ്മളാണ് ഈ n എന്ന് പറയുന്നത് 15 ആയിരിക്കും. a1 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ടേം ആണ്, ഇയാളായിരിക്കും ആ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത്. അപ്പോൾ n = 15 ആണ്. അപ്പോൾ a1 ഇല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയുന്നത് 6 ആണ്. an നമുക്കറിയാം. an എന്താ? ലാസ്റ്റ് ടേം. അതായത് 15 പദങ്ങളുടെ തുകയല്ലേ, അത് 15ാമത്തെ ടേം ആണ് നമ്മളോട് ചോദിച്ചുള്ളത്. നിലവിൽ നമുക്ക് ആ 15ാമത്തെ ടേം അറിയോ? നിലവിൽ ആ 15ാമത്തെ ടേം നമുക്ക് അറിയൂല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ 15ാമത്തെ ടേം കണ്ടിട്ട് വേണം നമ്മൾ അത് ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കില്ല. നമ്മൾ ഫസ്റ്റത്തെ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ n നമുക്കറിയാം, a നമുക്കറിയാം 6 ആണ്, ഈ n നമുക്കറിയാം, d യും നമുക്കറിഞ്ഞോണ്ട് ഇങ്ങനെ ഒരു സീരീസ് വന്നാൽ അതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുകൂടെ? d = എന്താ? ഈ സീരീസ് എന്താ? കൂടിയിട്ടാണ് പോണത്. അപ്പൊ പൊതുവ്യത്യാസം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ന് ആലോചിക്കുക. ഓക്കെ, പോസിറ്റീവ് ആയിരിക്കും. ഇനി വ്യത്യാസം കണ്ടാതമായി. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 4 ആണ്. അപ്പൊ 4 എന്ത്? പോസിറ്റീവ് ആണ്. ഓക്കെ, പോസിറ്റീവ് നമ്മൾ ഇടൊന്നുമില്ല. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് വരും കേട്ടോ. ഓക്കെ, അത് സീരീസ് കുറഞ്ഞു പോകുമ്പോഴാണ് വരിക. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണേണ്ടത് ആദ്യത്തെ 15 ടേംസിന്റെ തുകയാണ്, സമ്മാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ S50 എന്ന് ഞാൻ ഇയാളെ വിളിക്കുകയാണ്. n എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 50/2 × 2 അറിയാം, a നമുക്കറിയൂടെ a 6 ആണ്, പ്ലസ് n - 1 മീൻസ് 15 - 1 എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ 40 എന്ന് ഞാൻ അതേപോലെ d നമ്മൾ കണ്ടുപിടിച്ചു 4 ആണ്. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഇടുന്നതും ഗുണിക്കണം ഇടുന്നതും ഒരേപോലെ തന്നെയാണ്. ഞാൻ മാറ്റിയാണ് ഗുണിക്കണം എന്നാക്കി. ഓക്കെ, റെഡി ആണോ? നമ്മൾ അടുത്ത് ചെയ്യാണ്. 15/2 നമ്മൾ അതേപോലെ എഴുതി. 2 × 6 പറയുന്നത് 12 ആണ്. 12 + 4 × 4 16 ആണ്. അപ്പൊ ഒരു ശിഷ്ടം ഉണ്ടായിരിക്കും. ഒരു 4 4 4 5 56 എന്ന് കിട്ടി.
എഗെയിൻ നമ്മൾ ഇയാൾ രണ്ടാളെയും നമ്മൾ കൂട്ടാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പിൽ 15/2 ഇൻറ്റു 2 + 6 8 ആണ്. 1 + 5 6 ആണ്. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 68 ഉണ്ട്. അയാളെ രണ്ടാൾ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, 6ൽ എത്ര 2 ഉണ്ട്? 3 ആണ്. 4ൽ എത്ര 2 ഉണ്ട്? 4 ആണ്. അഗൈൻ ഇയാളെ രണ്ടാൾ ഞാൻ ഗുണിക്കാൻ പോവാണ്. 34 × 15. 34 × 15 ഞാൻ ഗുണിക്കാൻ പോവാണ്. 4 5 20 2 3 5 15 16 17 1 4 4 1 3 3 0 11 3 4 5 510 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതെന്താ 510 എന്ന് പറയുന്നത്? എന്താണ് മക്കളെ? ആദ്യത്തെ 15 പദങ്ങളുടെ തുകയാണ്. ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാത്തത് എന്താ? ഈ an എന്ന് പറയുന്നത് 15ാമത്തെ ടേം ആണ്. നമ്മൾ ഈ സീരീസിൽ 15ാമത്തെ ടേം കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, അത് കാണാതെ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ അറിയുന്നതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിച്ചു. അപ്പൊ ഫസ്റ്റത്തെ ആൻസർ എന്ന് പറയുന്നത് 510 ആണ്. റെഡി ആണോ? നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് എന്താന്ന് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടേം ആൻഡ് 16th ടേം? അതായത് ആദ്യത്തെ ടേമും 16ാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇയാളുടെ 16ാമത്തെ ടേം നമ്മൾ കാണണം. ഏതൊരു ശ്രേണിയിലെയും nth ടേം കാണാനും എത്രാമത്തെ ടേം കാണാൻ ചോദിച്ചാൽ നമുക്കൊരു ഇക്വേഷൻ അറിയാം. a + n - 1 × d പറഞ്ഞുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് a + n - 1 × d എന്ന് പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. നമുക്ക് ഇവിടെ കാണേണ്ട എത്രാമത്തെ ടേം ആണ്? 16th a16 അല്ലെങ്കിൽ 16ാമത്തെ ടേമും 16ാമത്തെ ടേമും ഫസ്റ്റത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റത്തെ ടേം നമുക്ക് അറിഞ്ഞൂടെ? ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 16ാമത്തെ ടേം നമ്മൾ കാണണം. 16ാമത്തെ ടേമിനെ നമുക്ക് എഴുതിക്കൂടെ? 16ാമത്തെ ടേമിന് നമുക്ക് a16 എന്ന് എഴുതാം. നമ്മൾ ഇതിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും, a + 50d എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അത് എഴുതിയിട്ടുള്ളത് കേട്ടോ. എന്നിന് പകരം 60 കൊടുക്കുമ്പോൾ നമുക്ക് a + 50d കിട്ടും. നമ്മൾ ഇങ്ങനെ സിമ്പിൾ ആയി ഡയറക്റ്റ് ഇങ്ങനെ എഴുതാൻ നമുക്ക് ശ്രമിക്കാം. a നമുക്ക് അറിഞ്ഞൂടെ? a എത്രയാ? 6 ആണ്. 50 നമ്മൾ അതേപോലെ എഴുതി. ഇൻറ്റു d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, 4 ആണ്. ഓക്കെ, ഈക്വൽ ടു ഇങ്ങനെ വന്നാൽ ആദ്യം നമ്മൾ എന്താ? ഗുണനം ചെയ്യണം. ഗുണനം ചെയ്യുമ്പോൾ 6 നമ്മൾ അതേപോലെ എഴുതി. 4 5 20 ആണ്. അതിൽ 0 2 ശിഷ്ടം വരും. 1 4 4 5 6 അപ്പൊ 60 66 എന്ന ആൻസർ കിട്ടും. 66 എന്താണ്? ആദ്യ 66 എന്ന് പറയുന്നത് a60 ആണ്. a60 ആണ്. നമ്മളോട് ചോദിച്ചുള്ളത് 16ാമത്തെ ടേമും അതായത് ഫസ്റ്റത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ 16ാമത്തെ ടേമിൽ നിന്ന്, അതായത് a60യിൽ നിന്നും ഞാൻ a1 ഞാൻ കുറയ്ക്കാൻ പോവാണ്. a60 എന്ന് പറയുന്നത് 66 ആണ്. 66ൽ നിന്നും a1 ആയ 6 ഞാൻ കുറയ്ക്കുമ്പോൾ 60 എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ 15ാമത്തെ ടേം കാണണം. ഈ 15ാമത്തെ ടേം കാണുമ്പോൾ ആയിക്കൂടെ ഒരു പൊതുവ്യത്യാസം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16ാമത്തെ ടേം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അവിടെ ഫസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സുഖമായിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇങ്ങനെയും ചെയ്യാം, നമുക്ക് ചെയ്യാം. എഗെയിൻ നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊണ്ടും കിട്ടിയിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, സി അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ. അതൊന്ന് ശ്രദ്ധിക്കാണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അവിടെയും ഡിഫറൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്, സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഡിഫറൻസ് ആണ്. ആൻഡ് ദ സം ഓഫ് നെക്സ്റ്റ് 15 ടേംസ്. എന്താണ്? ആദ്യത്തെ 15 ടേമുകളുടെ സമ്മും അതേപോലെ പിന്നീട് വരുന്ന 15 ടേമുകളുടെ സമ്മും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളവിടെ എഴുതാൻ പോവാണ്. ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് സീരീസ് ഉണ്ട് അല്ലെ? ഇതാണ് നമ്മളുടെ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ 15 ടേമുകളുടെ തുകയും, അതല്ലേ ഫസ്റ്റ് 50 ടേംസ്, ആദ്യത്തെ 15 ടേമുകളുടെ തുക. ആദ്യത്തെ 15 ടേമുകളുടെ തുക നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 510 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, 510 അല്ലെങ്കിൽ S50 എന്ന് വിളിക്കാൻ ഞാൻ അയാളെ. ഓക്കെ, ആദ്യത്തെ 15 ടേമുകളുടെ തുക S50 എന്ന് വിളിച്ചു. ഓക്കെ, പിന്നീടുള്ള 15 ടേമുകൾ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് 15 ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നെക്സ്റ്റ് 15 ടേംസിനെ നമുക്ക് എന്താ കൊടുക്കുക? S50 കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ഇയാളെ X എന്ന് വിളിച്ചു. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ?
ഇത്രയും തുകയും, അതായത് 15ന് ശേഷമുള്ള ഇത്രയും തുകയും അതേപോലെ ഇത്രയും തുകയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് എക്സ് മൈനസ് S50 അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. S50 നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെയാ? 510 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് എക്സ് കാണണം. എക്സ് കാണുമ്പോഴല്ലേ നമുക്ക് അതൊന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ എക്സ് എങ്ങനെ കാണുക? എക്സ് കാണണമെങ്കിൽ ഇത്രയും ടേമുകൾ, ഇവിടെ ഓൾറെഡി 15 ഉണ്ട്, പിന്നെ 50, പിന്നീടുള്ള 50 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഈ എക്സ് കാണണമെങ്കിൽ ഈ മൊത്തത്തിൽ നിന്നും ഈ S50, ഈ മൊത്തം എന്ന് പറയുന്നത് S30 ആയിരിക്കില്ലേ? ആദ്യം 15 ഉണ്ട്, പിന്നെ നെക്സ്റ്റ് 15 ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് നെക്സ്റ്റ് 15. അപ്പൊ മൊത്തം എന്ന് പറയുന്നത് S30 ആയിരിക്കും. ഈ S30യിൽ നിന്നും S50 നമ്മൾ കുറച്ചാൽ നമുക്ക് എക്സ് കിട്ടില്ലേ? മൊത്തത്തിൽ നിന്നും ഇത്രയും നമ്മൾ കുറച്ചാൽ നമുക്ക് ഇത്രയും പദങ്ങളുടെ തുക കിട്ടും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് S30 മൈനസ് S50 ആയിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് S30 മൈനസ് S50 ആയിരിക്കും. അപ്പൊ എക്സിന് നമുക്ക് S30 മൈനസ് S50 എന്ന് കൊടുത്തൂടെ? എക്സിന് നമുക്ക് S30 മൈനസ് S50 എന്ന് കൊടുക്കാം. ഒന്ന് ആലോചിക്കാണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, 50 എന്ന് കൊടുക്കാം. എക്സിന് നമ്മൾ അങ്ങനെ കൊടുത്തു. എഗെയിൻ ഇവിടെ ഒരു മൈനസ് S50 ഇല്ലേ? എഗെയിൻ നമുക്ക് ഒരു മൈനസ് S50 ഉണ്ട്. ലാസ്റ്റ് നമുക്ക് എന്ത് വരും? S30 മൈനസ് 2 S50 ഉണ്ട്, മൈനസ് 2 S50 എന്ന് കൊടുത്തൂടെ? ഇത് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടും. ഈ കാര്യം ഒന്നുകൂടെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, റെഡിയാണോ? ഒന്ന് ആലോചിക്കാണ്ട് ഇവിടെ നമ്മൾ ഡയറക്റ്റ് എന്താ ഇതിൽ നിന്നും ഇതങ്ങോട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുമെന്ന് തോന്നും. അങ്ങനെയല്ല, ഇവിടെ ഒന്ന് ചെറുതായിട്ട് ആലോചിക്കുന്നത്. S30യിൽ നിന്നും 2 S50 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടൂടാ? നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? S30 കാണണം. S50 നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ട്. S30 നമ്മൾ കാണണം അല്ലെ? S30 എങ്ങനെ കാണാം? ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നിന് പകരം എന്താ കൊടുക്കേണ്ടത്? 30 എന്ന് കൊടുക്കണം. അപ്പോൾ 30/2 എന്ന് എഴുതിക്കൂടാ? ഈ ഇക്വേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. 30/2 ഇൻറ്റു 2 നമുക്കറിയാം, നമുക്കറിയാം 6 ആണ്, പ്ലസ് n എന്ന് പറയുന്നത് 30 ആണ്. 30 മൈനസ് 1 എന്ന് പറയുന്നത് 29 ആണ്. അപ്പൊ 29 ഇൻറ്റു D എന്ന് പറയുന്നത് എന്താ? 4 ആണ്. ഓക്കെ ആണോ? ഈക്വൽ ടു 13/2 എന്ന് പറയുന്നത് 50 ആണ്. 50 ഇൻറ്റു ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു 2 ഇൻറ്റു 6 എന്ന് പറയുന്നത് 12 ആണ്. 12 പ്ലസ് ഇയാളെ നമ്മളൊന്ന് കൊടുക്കണം. 29 ഇൻറ്റു 4 നമ്മളത് കൊടുക്കണം. 4 9 36 ആണ്. ഒരു 3 ശിഷ്ടം ഉണ്ടായിരിക്കും അല്ലേ? 2 4 8 9 10 11. ഓക്കെ, നമ്മൾ ഇയാളൊന്നുകൂടെ 50 ഇൻറ്റു 12 പ്ലസ് 116 പ്ലസ് 12 എന്ന് പറയുന്നത് 128 എന്ന് കിട്ടും അല്ലേ? ഇയാളാണ് S30 എന്ന് പറയുന്നത്. അല്ലേ? S30യിൽ നിന്നും 2 S50 അല്ലേ നമുക്ക് കുറയ്ക്കേണ്ടത്? നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇയാളെ നമുക്ക് ഗുണിച്ചാൽ എന്താ? S30 കിട്ടും. S30 നമുക്ക് കാണാം 128 ഇൻറ്റു 15 എന്ന് കിട്ടും. 5 8 40 ആണ്. 4 2 5 10 14. എഗെയിൻ സിസ്റ്റം 1 6 1 8 1 2 2 1 1. ഓക്കെ, 0 2 1 7 8 9 1 1920 എന്ന് കിട്ടും. ആര്? S30 എന്ന് പറയുന്നത് 1920 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് എന്താ? S30യിൽ നിന്നും 2 S50 ആണ് നമ്മൾ കുറയ്ക്കേണ്ടത് അല്ലേ? ഇവിടെ 13 കേട്ടോ. S30യിൽ നിന്നും നമുക്ക് 2 S50 ആണ് നമുക്ക് കുറയ്ക്കേണ്ടത്. അപ്പൊ S30 1920 ആണ്. മൈനസ് 2 ഇൻറ്റു S50 എത്രയാ? 510 ആണ്. റെഡിയാണോ? അതായത് 1920 നിന്നും നമുക്ക് കുറയ്ക്കേണ്ടത് 0 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2 ആണ്. 2 5 10 ആണ്. ഓക്കെ, ഇയാളെ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ കുറയ്ക്കുകയാണ്, നമുക്കിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ചെയ്യണം. 1920 നിന്നും നമ്മൾ 1020 ആണ് നമ്മൾ കുറയ്ക്കുന്നത്. 009 എന്ന് കിട്ടും. നമുക്ക് ലാസ്റ്റ്
900 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, റെഡിയാണോ മക്കളെ? റെഡിയാണോ? ഇനി നമ്മൾ 2023 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. അത് കാലാവസ്ഥയിലുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഒരു ചെറിയൊരു എനർജി കുറവ്. ഓക്കെ, നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം. 7, 13, 19 is an arithmetic sequence. ആയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? അതായത് എന്താണ് ഇവിടുത്തെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചുള്ളത്. സുഖമല്ലേ? ഇതിൽ കോമൺ ഡിഫറൻസ് നമുക്ക് കാണാൻ അറിയാം അല്ലേ? ഈ സീരീസ് എന്ന് പറഞ്ഞത് കൂടി വരികയാണ്. ഒരു സംശയവും വേണ്ട, കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയിരിക്കും. ഇനി വ്യത്യാസം കാണുക. വ്യത്യാസം 7ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6 ആണ് അല്ലെ? അല്ലെങ്കിൽ 13ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 6 ആണ്. ഓക്കെ, അപ്പോൾ 6 ആണ്. നമ്മുടെ സീരീസ് കുറഞ്ഞു വരികയല്ല, കുറഞ്ഞു വരികയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് നമ്മൾ നമുക്ക് ആൻസർ കിട്ടി 6 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്, ഫൈൻഡ് ദ 11th ടേം. ഫൈൻഡ് ദ 11th ടേം. 11th ടേമിനെ ഞാൻ A11 എന്ന് ഡിനോട്ട് ചെയ്യാണ്. 11th ടേമിനെ നമ്മൾ മറ്റൊരു രീതിയിലൂടെ ഡിനോട്ട് ചെയ്യും. A+10D എന്ന് ഡിനോട്ട് ചെയ്തൂടെ? എങ്ങനെ? A+n-1 ഇൻറ്റു ഡി വെച്ചിട്ടാണ് നമ്മൾ A+10D. ഡയറക്റ്റ് ഇങ്ങനെ എഴുതാനും നമുക്ക് അറിയണം. ഒരു ഡി അങ്ങോട്ട് കുറച്ചാൽ മതി. ഓക്കെ, എ എന്താ? അല്ല സോറി, എൻ എന്താ? എൻ എന്ന് പറയുന്നത് 11 ആണ്. 11 ഞാൻ എന്നിന് പകരം 11 കൊടുത്തു. 11 - 1 എന്ന് പറയുന്നത് 10 ആണ്. അതാണ് A+10D എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റത്തെ ടേം ആണ്. ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് 7 ആണ്. 7 + 10 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താ? പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപറ്റിയിട്ടുണ്ട്, 6 ആണ്. അയാളെയും നമ്മൾ എഴുതിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഗുണനം ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലസ് ചെയ്യുക. അപ്പൊ 7 + 10 ഇൻറ്റു 6 പറഞ്ഞാൽ 60 ആണ്. 67 ആയിരിക്കും നമ്മൾ 11th ടേം എന്ന് പറയുന്നത്. റെഡിയാണോ? 11th ടേം എന്ന് പറയുന്നത് 67 ആയിരിക്കും. നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 6th term of the arithmetic sequence is 46. Okay, 6th term of the arithmetic sequence is 46. നമുക്ക് ഒരു arithmetic sequence ഉണ്ട്, അതിൽ 6th term എന്ന് പറയുന്നത് 46 ആണ്. ഇറ്റ്സ് കോമൺ ഡിഫറൻസ് ഈസ് 8. അത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 8 ആണ്. ആയിക്കോട്ടെ, എന്താ പറയുന്നത്? 6th ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A+5D എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്തത്. അത് എന്ന് പറയുന്നത് 46 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഗൈൻ നമ്മളോട് പറഞ്ഞിട്ട് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 8 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, റെഡിയാണോ? ഇത്രയും തന്നു. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചു. നിങ്ങളുടെ ഡെക്കറേഷൻ ഒക്കെ കൂട്ടിയിട്ട് എഴുതണം. നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതിയത് ഡെക്കറേഷൻസ് കൂട്ടി അതൊക്കെ വലുതാക്കി അങ്ങോട്ട് എഴുതാൻ കേട്ടോ. നമുക്കൊന്നാമത്തെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും ചെയ്തിട്ടാണ് നമ്മൾ വളരെ ഷോർട്ടായിട്ട് എഴുതുന്നത്. സംഭവം മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, റെഡിയാണോ? നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണെന്ന് വായിച്ചു നോക്കാം. വാട്ട് ഈസ് ഇറ്റ്സ് 16th ടേം? ആ സീരീസിലെ 16th ടേം എന്താണ്? ആ 16th ടേം നമുക്ക് A+50D എന്ന് വിളിച്ചൂടെ? ആയിക്കോട്ടെ, അത് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ഇറ്റ്സ് 21st ടേം എന്താണെന്ന് ചോദിച്ചില്ല. 21ാമത്തെ ടേം എന്താണെന്നാ ചോദിച്ചത്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ വാട്ട് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ മാറ്റുള്ളൂ. സംഭവം ചോദിച്ചതൊക്കെ ഒന്ന് തന്നെ. അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കും. ഒരു പ്രശ്നം പഠിക്കണ്ട. നിങ്ങളെ തെറ്റിക്കുക എന്നുള്ളതാണ് ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ടാസ്ക് എന്നുള്ളത്. നമ്മൾ പേടിക്കാതെ തെറ്റിക്കാതെ അങ്ങോട്ട് എഴുതിക്കണം. 21st ടേം എന്ന് പറഞ്ഞാൽ A+20D എന്ന് നമുക്ക് എഴുതിക്കൂടെ അയാളെ? മക്കളെ, നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് തോന്നുന്നുണ്ടോ? A+5D വന്നപ്പോ 46 വന്നു. A+50D, A+20D. ചെറിയൊരു എടാ, ഇയാളിൽ നിന്നും ഇയാളിലോട്ട് വന്നപ്പോ എന്താ? ഒരു 10D കൂടി. 10D കൂടി അല്ലെ? 10D കൂടിയില്ല. ഏതാ? 5D 15D. ഒരു 10D കൂടി. അപ്പൊ ഇവിടെയും ഒരു 10D, ഇവിടെയും നമ്മൾ ഒരു 10D കൂട്ടണം. ഓക്കെ, ഡി എന്ന് പറയുന്നത് 8 ആണെന്ന് അറിയാം നമുക്ക്. അപ്പൊ 10D എന്ന് പറയുന്നത് 10 × 8 ആണ്. അത് എന്ന് പറയുന്നത് 80 ആണ്. ഈ 80 + 46 എന്ന് പറയുന്നത് 126 ആയിരിക്കും. ഓക്കെ, ഇത് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമല്ല. നമ്മൾ ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. A+5D, A+50D 126 എന്ന് കിട്ടി. എടാ മക്കളെ, ഈ ഒരേ സീരീസിലാണ് കേട്ടോ, ഒരേ സീരീസിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. A+50D എന്ന് പറയുന്നത് 126 ആണ്. ഇയാളിൽ നിന്നും ഒരു 5D അല്ലേ ഇയാൾക്ക് കൂടിയിട്ടുള്ളൂ. ഇയാളിൽ നിന്നും ഒരു 5D ഇയാൾക്ക് കൂടിയിട്ടുള്ളൂ. പക്ഷെ ഇയാളിൽ നിന്നും ഇയാൾക്ക് എത്ര? ഒരു 50D കൂടിയിട്ടുണ്ട്. അത് മാറിപ്പോവരുത്. ഇയാളിൽ നിന്നും ഒരു 5D ആണ് ഇയാളിലേക്ക് കൂടിയിട്ടുള്ളത്.
അപ്പൊ ഇയാളുടെ കൂടെയും നമ്മളൊരു 5D കൂട്ടണം. 5D 5D എന്ന് പറയുന്നത് നമുക്കറിയാം 8 ആണ്. 5 into 8 എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ ഇയാളുടെ കൂടെ നമ്മളൊരു 40 കൂട്ടണം. അതായത് 126ന്റെ കൂടെ ഒരു 40 നമ്മൾ കൂട്ടണം. 166 എന്ന് കിട്ടും. റെഡിയാണോ? 166 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ നമുക്ക് അറിയൂല എന്ന് ഇല്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. എടാ A+5D എന്ന് പറഞ്ഞാൽ 46 ആണ്. അതിൽ നിന്ന് നമുക്ക് A കണ്ടൂടെ? A+5D എന്ന് പറയുന്നത് 46 ആണ്. ഇതിൽ നിന്ന് നമുക്ക് A കണ്ടൂടെ? D എന്ന് പറയുന്നത് 8 ആണെന്ന് പറയുമ്പോൾ 5 into 8 = 46 എന്ന് കിട്ടും. അപ്പോൾ A = 5 into 8 എന്നത് 40 ആണ്, 40 ആണ്. ഈ 40 അങ്ങോട്ട് പോകുമ്പോൾ +40 ആണ്, ഇയാൾ അങ്ങോട്ട് പോകുമ്പോൾ -40 ആയിരിക്കും. 46 - 40 = 6. A എന്ന് പറയുന്നത് 6 കിട്ടി. A എന്ന് പറയുന്നത് 6 കിട്ടി. നമുക്ക് ഫസ്റ്റത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 16th ടേം എന്താണ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. 16th ടേമിൽ നമ്മൾ A+50D എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യൽ. A നമ്മൾ കണ്ടുപിടിച്ചത് 6 ആണ്. പിന്നെ 50 into D നമ്മൾ 8 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 8. ഇയാളെ നമ്മൾ ഗുണിച്ചാൽ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമുക്ക് 126 എന്ന് കിട്ടും. സമയത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാട്ടോ. ആദ്യം ഗുണനം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം പ്ലസ് ചെയ്യാൻ. ഓക്കെ, റെഡിയാണോ? നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? A+20D. A നമുക്കറിയാം 20D ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ A എന്ന് പറയുന്നത് 6 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. +20 into D നമ്മൾ 8 എന്ന് കിട്ടും. ഇയാളെ നമുക്ക് ചെയ്യുമ്പോൾ 166 എന്ന് കിട്ടും. ഇക്വേഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഈ A+50D വന്നതും A+20D ഒക്കെ വന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് കേട്ടോ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് കേട്ടോ. റെഡി? ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഈ ഒരു ബന്ധങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ നമ്മൾ 5D ആണ്. ഇയാളിൽ നിന്നും ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ 5D ആണ് കുട്ടികൾ. ഇയാളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ 50D ആണ് നമ്മൾ കൂട്ടേണ്ടത് കേട്ടോ. റെഡിയാണോ? നമുക്ക് 2023 അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന്റെ മുമ്പേ നമ്മൾ 2021 2020 നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ചാപ്റ്ററിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല. അതൊക്കെ നമ്മൾ സ്കിപ്പ് അടിക്കും. ഓക്കെ, നമ്മൾ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുള്ളൂ. കാരണം നമ്മൾ വീഡിയോന്റെ ലെങ്ത് നന്നായിട്ട് കൂടി വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എടാ മക്കളെ, അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ എഗെയിൻ നിങ്ങൾ ഫസ്റ്റത്തെ വീഡിയോകൾ ഒന്ന് എടുത്ത് കണ്ടിട്ട് ഒന്ന് തറവാക്കി വെക്കുക. ഓക്കെ, നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് 2020 അതേപോലെ 2021 ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിട്ട് ടൈറ്റ് ഒന്നും നോക്കണ്ട. ഓക്കെ, അത് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാം കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങളോട് എഗെയിൻ നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ സമാന്തര ശ്രേണി എന്നാലും അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും. ഓക്കെ, റെഡിയാണോ? നമ്മൾ ഫാസ്റ്റ് ആയിട്ട് വിചാരിക്കും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തത്. ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. സം ഓഫ് ദ ഫസ്റ്റ് 7 terms ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 140. ഓക്കെ, റെഡിയാണോ? ആദ്യത്തെ ഒരു സമാന്തര ശ്രേണി ഉണ്ട്. ആ സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ 7 terms സം എന്ന് പറയുന്നത് 140 ആണ്. ആൻഡ് the sum of first 11 terms of the same arithmetic sequence is 420. അത് ഇതേ സെയിം ആയിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 11 ടേമുകളുടെ സം എന്ന് പറയുന്നത് 420 ആണ്. ആയിക്കോട്ടെ, ഇനി ചോദ്യം എന്താന്ന് വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ 4th term ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ്? 4th term ആണ്. ആദ്യത്തെ 4th ടേമുകളുടെ സം അല്ല ചോദിച്ചത്, 4th term ആണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ആദ്യത്തെ 11 ടേമുകളുടെ. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, ഇത്രയും ആൾക്കാരെ സം എന്ന് പറയുന്നത് 140 ആണെന്ന് നമ്മളോട് തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ പിന്നീട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 11 ആൾക്കാരെ സം എന്ന് പറയുന്നത് 11 ആൾക്കാരുണ്ട്. ഓൾറെഡി ഇവിടെ 7 ആൾക്കാരുണ്ട്. 8 9 10 11. ഈ 11 ആൾക്കാരെ സം എന്ന് പറയുന്നത് എത്രയാ? 420 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഫസ്റ്റത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് 4th term ആണ് അല്ലേ? 4th term. ഈ 4th termനെ ഞാൻ AN എന്ന് വിളിക്കും. A4 എന്ന് വിളിക്കുകയാണ്. ആയിക്കോട്ടെ, A4 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അതായത് A+3D എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. A+3D എന്ന് വിളിക്കാം. 4th term ആണ്. A+3D എന്ന് വിളിക്കുക. അതെ, നോക്കടാ, ഇയാള് ആദ്യത്തെ 7 ടേംസിന്റെ സം 140 ആണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒറ്റ സംഖ്യ ആണെങ്കിൽ ഇയാള് 7 ടേംസ് ഉണ്ട്. ഇയാളുടെ സമ്മിനെ നമ്മൾ ഇയാളുടെ എണ്ണം കൊണ്ട് മീൻ അല്ലെങ്കിൽ മധ്യാണ് അവിടെ കാണുന്നത് കേട്ടോ. കാരണം എന്താ? ഇയാൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ തന്നെയായിരിക്കും. കാരണം എന്താ? സമാന്തര ശ്രേണിയാണ്. ഓക്കെ, ഇയാളുടെ സമ്മിനെ ഇയാളുടെ എണ്ണം കൊണ്ട് മീൻസ് 140യെ നമ്മൾ ഇയാളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ അവിടുത്തെ സെൻട്രൽ ടേം കിട്ടും. ഇവിടുത്തെ സെൻട്രൽ ടേം എന്ന് പറയുന്നത് 4th term ആണ്. ഓക്കെ, ഇവിടെ 7 ആളുണ്ടായിരുന്നു.
ഈ 7 ആളുടെ സമ്മിനെ ആ 7 കൊണ്ട് ഹരിക്കുമ്പോൾ അവിടെ സെൻട്രൽ താളെ കിട്ടും കേട്ടോ. സെൻട്രൽ താളെ കിട്ടും. ഈ സെൻട്രൽ താള് എന്ന് പറയുന്നത് 4th ടേം ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചത് 4th ടേം അല്ലേ? ഇയാളെ നമുക്ക് ഹരിച്ചു നോക്കുക. അതാ 2 എന്ന് കിട്ടും, നമുക്ക് 20 എന്ന് കിട്ടും അല്ലേ? അപ്പൊ 4th ടേം നമുക്ക് കിട്ടി, 20 എന്ന് കിട്ടി, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ആയിക്കോട്ടെ, നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഫാസ്റ്റ് ആയിട്ടായിരിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ 6th ടേം. എടാ നോക്കടാ, ഇവിടെ 11 ആൾക്കാരുണ്ട് അല്ലെ? 11 ആൾക്കാരുണ്ട്. ഈ 11 ആൾക്കാരുടെ സമ്മിനെ 11 ആൾക്കാരുടെ സമ്മിനെ ഞാൻ 11 കൊണ്ട് ഹരിച്ചാൽ അവിടെ സെൻട്രൽ താളെ നമുക്ക് കിട്ടും. സെൻട്രൽ താള് എന്ന് പറയുന്നത് 6 ആയിരിക്കും. 1 2 3 4 5 6. സെൻട്രൽ താള് എന്ന് പറയുന്നത് 6th ടേം ആയിരിക്കും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 6th ടേം അല്ലേ? അയാളെ ഞാൻ A6 എന്ന് വിളിക്കുക, അതായത് A+5D എന്ന് വിളിക്കുക. A+5D എഴുതിയില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിളിക്കുകയാണ്. അപ്പൊ 6th ടേമിന് കിട്ടും. ആരെ ഹരിക്കേണ്ടത്? 420 നമ്മൾ 11 കൊണ്ട് ഹരിക്കുക. അതാ 420 ഹരിക്കണം 11 എന്ന് പറയും. സോറി, ഒരു പ്രശ്നമുണ്ട് മക്കളെ, ചോദ്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. 420 അല്ല, 440 ആണ് കേട്ടോ. ഓക്കെ, 440 ആണ് കേട്ടോ. ചോദ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മളെ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. 440 ആണ് കേട്ടോ. 440 ആണ്. ഓക്കെ, റെഡിയാണോ? അങ്ങനത്തെ ക്വസ്റ്റ്യങ്ങളെ തരുള്ളൂ. ഓക്കെ, വേറെ എവിടെയും മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. 440 ആണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ 11 ടേമുകളുടെ സം എന്ന് പറയുന്നത് 440 ആണ്, അല്ലെങ്കിൽ 440 ആണ്. ഓക്കെ, നമുക്ക് 4 കൊണ്ട് ഹരിക്കാം, 40 എന്ന് കിട്ടും. റെഡിയാണോ? അല്ലേ? 4 11 40 എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് കിട്ടി. അതാണ് ഈ 40 എന്ന് പറയുന്നത് 6th ടേം ആണ് കേട്ടോ. 40 എന്ന് പറയുന്നത് 6th ടേം ആണ്. നമ്മൾ ഇയാൾ ഓഡ് നമ്പർ ആണെങ്കിൽ അയാളുടെ സമ്മിനെ അയാളുടെ എണ്ണം കൊണ്ട് മീൻ അവിടെ തുക ബൈ എണ്ണം അവിടെ ചെയ്യണത്. അതാകുമ്പോൾ സെൻട്രൽ താള് നമുക്ക് കിട്ടും. സെൻട്രൽ താള് ഇവിടെ ഫസ്റ്റത്തെ ആള് എന്ന് പറയുന്നത് 4 ആയിരുന്നു. പിന്നെ 11 ആള് വന്നപ്പോൾ അതിന്റെ സെൻട്രൽ താള് 6 ആണ്. ഓക്കെ, അഗൈൻ നമ്മൾ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. എന്താണ്? ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. പൊതു വ്യത്യാസം കാണാനാണ് പറഞ്ഞത്. എടാ, നമുക്കൊരു സീരീസ് ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ആള് A1 എന്ന് വിളിച്ചു, രണ്ടാമത്തെ ആളെ ഞാൻ A2 എന്ന് വിളിച്ചു, മൂന്നാമത്തെ ആളെ ഞാൻ A3 എന്ന് വിളിച്ചു, നാലാമത്തെ ആളെ ഞാൻ A4 എന്ന് വിളിക്കില്ല, അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 20 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ആളെ ഞാൻ A5 എന്ന് വിളിച്ചു, അടുത്ത ആളെ ഞാൻ A6 എന്ന് വിളിക്കുന്നില്ല, അയാൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 40 എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോമൺ ഡിഫറൻസ് കാണാനാണ്. എടാ, ഇയാളെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒരു കോമൺ ഡിഫറൻസ് അവിടെ കിട്ടും. അതായത് A5 നമ്മൾ കണ്ടു നോക്കുക. അതായത് സമാന്തര ശ്രേണിയാണെങ്കിൽ ഇയാളെയും കൂട്ടിയാൽ അതിന്റെ പകുതി കണ്ടാൽ ഇയാളെ നമുക്ക് കിട്ടും അല്ലേ? ഇയാളെയും കൂട്ടിയാൽ 20 + 40 കൂട്ടിയാൽ അയാളുടെ പകുതി കണ്ടാൽ സെൻട്രൽ താളെ കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. 20 + 40 എന്ന് 60 ആണ്. 16/2 എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അപ്പൊ ഇയാളെ ഞാൻ 30 ആയിട്ട് എഴുതി. എടാ, കോമൺ ഡിഫറൻസ് അല്ല പൊതു വ്യത്യാസം ഫസ്റ്റ് ടേമിന്റെ ഇടയിൽ മാത്രമാണോ ഉണ്ടാവുക? അവിടെ മാത്രമല്ല, ഇവിടെ ഒക്കെ ഉണ്ടായിരിക്കും കോമൺ ഡിഫറൻസ്. നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ശ്രേണി നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കൂടി പോവാണ്. അപ്പൊ അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി വ്യത്യാസം, ഇയാളെ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കുക. 20ന്റെയും 30യും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 20യും 30യും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 30 40 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10 ആണ്. നമ്മളുടെ പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. റെഡിയാണോ മക്കളെ? എങ്ങനെയാണ് പൊതു വ്യത്യാസം കണ്ടാൽ പിടുത്തം കിട്ടിയോ? ഓക്കെ, നമ്മൾ ഓർത്ത് വെക്കണം. ഇതൊന്നും നമുക്ക് ഓരോരുത്തരും ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഒക്കെ നമുക്ക് കാണാം. എന്താ ഈ പൊതു വ്യത്യാസം ഇങ്ങനെ കുറച്ച് വന്നാൽ മതി. ഇനി അടുത്ത ടേം ആണെങ്കിൽ പൊതു വ്യത്യാസം കൂട്ടി ഇങ്ങനെ പോയാൽ മതി. ഓക്കെ, റെഡിയാണോ? നമുക്ക് അടുത്തൊരു ചോദ്യം ഉണ്ട്. എന്താണ് ചോദ്യം? ഫൈൻഡ് ദ ഫസ്റ്റ് ടേം. ഇയാളുടെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ A1 എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. എടാ, വേണമെങ്കിൽ ഈ പൊതുവ്യത്യാസം കൊണ്ട് ഇവിടുത്തെ A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണല്ലോ. ഈ പൊതുവ്യത്യാസം കൊണ്ട് ഇയാളുടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും അല്ലെങ്കിൽ ഇയാളുടെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പൊ അതൊന്നും വേണ്ട. ഈ പൊതുവ്യത്യാസം ഇങ്ങനെ കുറച്ച് വരിക. 20ൽ നിന്ന് 10 കുറയ്ക്കുക. ഇങ്ങോട്ട് വരുമ്പോ 20ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാ? 10 വരും. 10ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാ? 0 വരും. 0ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാ? -10 എന്ന് വരും. -10 എന്ന് വരും. അപ്പം നമ്മളുടെ A എന്ന് പറയുന്നത് -10 ആയിരിക്കും. ഓക്കെ ആണോ? നമ്മളിത് ഇതിലൊന്ന് ഉത്തരം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, കുറച്ച് വരിക. എടാ, നമ്മൾ ഇയാളുടെ കൂട്ടത്തിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും അങ്ങനെ നമുക്ക് ചെയ്യാൻ അറിയണം. A ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ A + 3 × D നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 10 ആണെന്ന്.
ഈക്വൽ ടു 20 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഇയാളുടെ അവിടെയും ആണെങ്കിൽ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇയാളുടെ അവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷനുകളാണല്ലോ അവര്. ഇക്വേഷനുകളുടെ കൂടെ എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടണം, കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ എവിടെയോ തെറ്റിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണെങ്കിൽ അല്ലെങ്കിൽ ആദ്യ പദമാണ് എ പ്ലസ് അല്ലെങ്കിൽ A2. ഈ 3 × 10 എന്ന് പറയുന്നത് 30 30 ആണ്. ഈ +30 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഈ +30 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? -30 ആയിരിക്കും. -30 ആയിരിക്കും. 20 നിന്ന് 30 പോയാൽ എത്രയാ? 20 നിന്ന് 30 പോയാൽ -10 അല്ലേ? അപ്പൊ എ എന്ന് പറയുന്നത് നമുക്ക് 10 ഓൾറെഡി -10 കിട്ടിയായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ടേം പറയുന്നത് -10 ആയിരിക്കും. എന്താ ഇവിടെ ചെയ്യാം? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. വലിയ സംഖ്യയുടെ ചിഹ്നം എന്ന് പറയുന്നത് മൈനസ് ആണ്. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചപ്പോൾ 10 കിട്ടി. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, റെഡിയാണോ?